ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുജിത്ത്. അങ്കമാലി നഗരസഭയുടെയും സംസ്ഥാന വനം വന്യജീവി വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ ലോക സർപ്പ ദിനാചരണം നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീ പാസഞ്ചി പാറയ്ക്കൽ, ശ്രീ സാജു നെടുങ്ങാട്, സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ നിന്നിട്ടുള്ള ശ്രീ ബിജു, KSRTC ജീവനക്കാരെ, ഹോം സയൻസ് കോളേജിൽ നിന്ന് എത്തിയിട്ടുള്ള അധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, ഇന്ന് ലോക സർപ്പ ദിനമാണ്. ജൂലൈ 16 ലോക സർപ്പ ദിനമായി ആചരിക്കുകയാണ്. വേൾഡ് സ്നേക്ക് ഡേ. അതോടനുബന്ധിച്ച് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് നമ്മുടെ അങ്കമാലി മോണിഷ ഹോം സയൻസ് കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് വിദ്യാർത്ഥികളാണ്. നമുക്കറിയാം, സർപ്പം നമ്മളെല്ലാവരുടെയും ഒരു പേടി സ്വപ്നമാണ്. സമൂഹം സർപ്പത്തെ രീതിയിലൂടെയാണ് കാണുന്നത്. സർപ്പത്തെ കണ്ടാൽ ഉടൻ തന്നെ തല്ലിക്കൊള്ളണമെന്നുള്ള ഒരു ചിന്തയാണ് നമ്മുടെ ജനങ്ങളിലുള്ളത്. അഭിപ്രായങ്ങൾ മുതൽ അങ്ങനെ ഒരു ചിന്താഗതി മനുഷ്യരെ വളർന്നു വരികയാണ്. ബൈബിളിൽ സർപ്പം മനുഷ്യനെ വഴിതെറ്റിച്ചു എന്നുള്ള ഒരു കഥയും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിലും സർപ്പത്തെ വെറുക്കപ്പെടേണ്ട ഒരു ജീവി എന്നുള്ള നിലയിലാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്ന് സർപ്പത്തെ നമ്മൾ അങ്ങനെ വെറുക്കേണ്ട കാര്യമില്ല. സർപ്പം നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു ജീവിയാണ്. അതോടൊപ്പം തന്നെ അതിനെ നമ്മൾ സംരക്ഷിക്കേണ്ടതും നിലനിർത്തേണ്ടതും നമ്മൾ തന്നെ ഈ എക്കോസിസ്റ്റത്തിനെ നിലനിർത്തുന്നത് വളരെ അനിവാര്യമാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഈ വേൾഡ് സ്നേക്ക് ഡേ ആചരിക്കുന്നത്. നമുക്കറിയാം, നമുക്കെല്ലാം വളരെയധികം രോഗം വരുത്തുന്ന എലി പോലുള്ള കീടങ്ങൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ കീടങ്ങൾ, പടർച്ചവ്യാധികൾക്ക് പരത്തുന്ന ധാരാളം കീടങ്ങളെ ഇന്ന് നമ്മുടെ സമൂഹത്തെ നിലനിർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുകയാണ് സർപ്പം. സർപ്പം ഇങ്ങോട്ട് വന്ന് ആരെയും ഉപദ്രവിക്കാറില്ല. അറിയാതെ നമ്മൾ ചവിട്ടിപ്പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അവയെ ഉപദ്രവിക്കുമ്പോഴാണ് അതിൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി തിരിഞ്ഞ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ പാമ്പിനെ നമ്മൾ വെറുക്കേണ്ടതില്ല, സംരക്ഷിക്കേണ്ടതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ പാമ്പ് കടിയേറ്റാൽ ഉണ്ടാകുന്ന മരണം അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശീലിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സർപ്പ ആപ്പിനെ കുറിച്ചൊക്കെ നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായി. ആ ആപ്പ് വന്നതിന് ശേഷം ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ബോധവൽക്കരിക്കപ്പെടാനും കഴിഞ്ഞതുകൊണ്ട് ഇന്ന് പാമ്പ് കടിയേറ്റുന്ന മരണം വളരെ കുറവാണ്. സർപ്പത്തെ കണ്ടാൽ തല്ലിക്കൊല്ലുന്നതിന് പകരം അതിനെ വനംവകുപ്പിനെ അറിയിച്ച് അതിനെ പിടിച്ച് സുരക്ഷിത മേഖലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ ഈ സർപ്പത്തെ സംരക്ഷിക്കുവാനും അതുവഴി സർപ്പം നമുക്ക് തരുന്ന സുരക്ഷ കവചം എന്ന് പറഞ്ഞാൽ എലി തുടങ്ങിയ ജീവികളെ അത് ധാരാളമായി ചെയ്യുന്നു. അതുമൂലം എലിയിൽ നിന്നുള്ള ഉപദ്രവം സമൂഹത്തിന് ജനങ്ങൾക്ക് വളരെ കുറഞ്ഞു കിട്ടുന്നു. അതുപോലെ ചെറുകീടങ്ങൾ, ധാരാളം പകർച്ചവ്യാധികൾ പരത്തുന്ന കീടങ്ങളെല്ലാം സർപ്പം നിന്ന് അവസാനിപ്പിക്കുന്നു. അതുമൂലം സമൂഹത്തിന് കിട്ടുന്ന സുരക്ഷിതത്വം അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇങ്ങനെ എല്ലാ വിധത്തിലും നമുക്ക് ഉപകാരിയായ ഒരു ജീവിയാണ് ഈ സർപ്പം എന്ന് മനസ്സിലാക്കാൻ വൈകിയെങ്കിലും നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വേൾഡ് സ്നേക്ക് ഡേ നമ്മൾ ആചരിക്കുന്നത്. ഈ അവസരത്തിൽ സർപ്പ ആപ്പിനെ കുറിച്ചുള്ള പ്രചരണം പരമാവധി കൊടുക്കുവാനും അതുവഴി സർപ്പത്തിൽ നിന്നുള്ള ഉപദ്രവത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനും സർപ്പത്തെ സംരക്ഷിക്കുവാനും സമൂഹത്തിന് കഴിയാനുള്ള പ്രചരണങ്ങളാണ് നമ്മുടെ വന്യജീവി വകുപ്പിൻ്റെ സോഷ്യൽ ഫോറസ്ട്രി എക്സ്റ്റൻഷൻ യൂണിറ്റും അതുപോലെ നമ്മുടെ ഹോം സയൻസ് കോളേജ് സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് ചേർന്ന് ഇന്നിവിടെ ഈ പ്രചരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്.
ഇതോടൊപ്പം നടന്ന ഫ്ലാഷ് മോബ് അവതരിപ്പിച്ച ഹോം സയൻസ് കോളേജിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇവിടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വേൾഡ് സ്നേക് ഡേ ആചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർവഹിച്ചെടുക്കുന്നു. നമസ്കാരം. പാമ്പുകളെക്കുറിച്ച് മനുഷ്യർക്കുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിന് അനുയോജ്യമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. പരിസ്ഥിതി സംരക്ഷണത്തിലും വിളകൾക്ക് ദോഷകരമായ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിലും നിർണായക പങ്കുവഹിക്കുന്ന ജീവികളാണ് പാമ്പുകളെന്നും അതിനാൽ പാമ്പിനെ മനുഷ്യന്റെ ശത്രുവായി കാണരുതെന്നും ചെയർമാൻ അഭിപ്രായപ്പെട്ടു. പാമ്പ് കടിയേറ്റാൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടി അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജ് വിദ്യാർത്ഥിനികൾ നൃത്തരൂപേണ അവതരിപ്പിച്ചു.
വിശേഷങ്ങളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് കവാടത്തിൽ വച്ച് നടത്തിയ ദിനാചരണ പരിപാടിയിൽ നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി.വൈ. ഏലിയാസ്, ബി.ജെ.പി. പാർലമെന്ററി പാർട്ടി ലീഡർ എ.വി. രഘു, കൗൺസിലർമാരായ സാജു നെടുങ്ങാടൻ, ബാസ്റ്റൻ ഡി പാറയ്ക്കൽ, അങ്കമാലി മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ്, സോഷ്യൽ ഫോറസ്ട്രി എക്സ്റ്റൻഷൻ ഓഫീസർ വീണ ദേവി കെ.ആർ., മോർണിംഗ് സ്റ്റാർ കോളേജ് സുവോളജി വിഭാഗം മേധാവി ലീന ജോസഫ്, വനം വകുപ്പ് സെക്ഷൻ ഓഫീസർമാരായ ബിജു കെ, സെബാസ്റ്റ്യൻ കെ.എസ്., അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ, പരിസ്ഥിതി പ്രവർത്തകനായ തോമസ് കോതമംഗലം എന്നിവർ പ്രസംഗിച്ചു. അങ്കമാലി ടി.ബി. ജംഗ്ഷനിൽ കുട്ടിക്കൊപ്പായം എന്ന പേരിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കുട്ടികൾക്കായി വിസ്മയം തീർത്തിരിക്കുന്ന ഷോപ്പിൽ കിഡ്സ് ഡ്രസ്, കിഡ്സ് കോസ്മെറ്റിക് ഐറ്റംസ് ആൻഡ് ടോയ്സ് എന്നിവ ആകർഷകമായ വിലയിൽ ഒരുക്കിയിരിക്കുന്നു. ടി.ബി. ജംഗ്ഷൻ അങ്കമാലി, നിയർ ജൻ ഔഷധി. ഫോൺ നമ്പർ 8075851287. ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം എന്നീ ചാനലുകളിൽ പരസ്യങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 7736964883 9072046846. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.